അപ്പോൾ അതൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ബലൂൺ നമ്മൾ എയർ നിറച്ചെടുത്തിട്ടുണ്ട്. എയർ നിറച്ചതിന് ശേഷം നമ്മൾ ആ ഭാഗം നമ്മൾ എയർ ഒഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടി നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തത് ജിപ്സാണ്. അപ്പോൾ ജിപ്സം അതായത് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അപ്പോൾ അത് 1 കിലോ പാക്കറ്റാണ് നമ്മൾ എടുത്തത്. അത് കവർ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അതിൽ നിന്നും കുറച്ച് ഒരു ചെറിയ പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്ട്, എല്ലാവരും ലൈക്ക് അടിക്കുക വീഡിയോ ഇഷ്ടമായാൽ. കാരണം പല ആളുകളോടും ലൈക്ക് തരാൻ മറന്നു പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം അവസാനം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു കാഴ്ച കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് എടുത്ത ജിപ്സത്തിൽ വെള്ളം ചേർത്ത് നന്നായിട്ട് ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു 1/2 കിലോ ജിപ്സത്തിനടുത്താണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ വെള്ളം ചേർത്ത് നന്നായിട്ട് അത് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് വേണം ഇത് ചെയ്തെടുക്കാൻ. കാരണം ഇത് വെയിറ്റ് ചെയ്താൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് സെറ്റായി പോകും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കണം. അപ്പോൾ അത് കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം നമ്മൾ അത് ബോട്ടിലേക്ക് നിറച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് അത് നിറച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് നിറച്ചു. ഇനി നമുക്ക് നമ്മുടെ ബലൂണിൻ്റെ വായ്ഭാഗം നമ്മുടെ ബോട്ടിലിൻ്റെ വായ്ഭാഗത്തേക്ക് ഇതേപോലെ കുടുക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ആ കെട്ട്, അതായത് എയർ ഒഴിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ കെട്ടിയ കെട്ട് നമുക്ക് അഴിച്ചു മാറ്റാം. അതിനുശേഷം നമുക്ക് ബലൂണിനുള്ളിലേക്ക് നമ്മുടെ ഈ ജിപ്സം നിറച്ചു കൊടുക്കാം. ജിപ്സം നമ്മൾ ബലൂണിനുള്ളിലേക്ക് നിറച്ചെടുത്തു. ഇനി നമുക്ക് ബോട്ടിൽ ഒഴിവാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് എയർ ഒഴിവാക്കിയതിന് ശേഷം ഈ ബലൂണിൻ്റെ ഈ വായ്ഭാഗം നമുക്ക് കെട്ടിയെടുക്കാം, എയർ ഒഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതേപോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമുക്കിത് ഈ ജിപ്സം എല്ലാ ഭാഗത്തും, ബലൂണിൻ്റെ ഉൾഭാഗത്ത് എല്ലാ ഭാഗത്തും ജിപ്സം എത്തുന്ന രീതിയിൽ നമുക്കിത് ഇതേപോലെ കറക്കിയെടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മുടെ ജിപ്സ് എത്തുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ അത് കുറച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പം തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ നമുക്ക് ഫീൽ ചെയ്യും, അതായത് ഇത് സെറ്റായി വരുന്നത്. അപ്പോൾ അത് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ കറക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ കയ്യിൽ തന്നെ നമുക്കിത് ഫീൽ ചെയ്യും. ഇനി നമ്മളിത് ഇവിടെ പോലെ തറയിൽ വെക്കുന്നുണ്ട്. ഇനി നമുക്കത് കുറച്ച് സമയം, അതായത് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബലൂൺ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ബലൂൺ നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ നമ്മുടെ ഫ്ലവർ വേസ് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു 2-3 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഉണങ്ങി കിട്ടണം. ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ അത് 2-3 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തു. നമ്മുടെ പോട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെയുള്ള ഒരു സെല്ലോ ടാപ്പിൻ്റെ ഇന്നർ നമ്മൾ എടുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഗ്യാപ്പുള്ള ഭാഗത്താണ് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നത്. അത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഉൾഭാഗത്ത് നന്നായിട്ട് ഗമ്മൊക്കെ കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു കത്തി ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഉൾഭാഗം, അതായത് നമുക്ക് ആ വായ്ഭാഗം കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഭാഗം നമുക്ക് അവിടെ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പുള്ള ഭാഗം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് പെയിൻറ്റ് ചെയ്തെടുക്കും. അപ്പോൾ അത് നമ്മുടെ ഫ്ലവർ വേസ് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതേപോലെ ഒരു ഗിഫ്റ്റ് പേപ്പറിൽ നിന്നും കുറച്ച് ഫ്ലവറുകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ പോട്ടിൻ്റെ മുകളിലേക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബലൂണിനുള്ളിൽ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ്, അതായത് ജിപ്സം നിറച്ചുകൊണ്ട് നമ്മൾ ചെയ്തെടുത്ത ഫ്ലവർ വേസ്. അപ്പോൾ ഇത് നമുക്ക് ഫ്ലവർ വേസ് ആയിട്ട് ഉപയോഗിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇതേപോലെ ഫ്ലവറുകൾ വെക്കാൻ, അതായത് പ്ലാന്റിനൊന്നും നമുക്ക് പറ്റില്ല. കാരണം ഇതിൽ മണ്ണ് നിറയ്ക്കാനോ അല്ലെങ്കിൽ വെള്ളം തട്ടിയാലോ ഒക്കെ ഇത് കേട് വന്നു പോകും. അപ്പൊ ഇൻഡോറിൽ നമുക്ക് ഇതേപോലെ ഫ്ലവർ വെക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ള ഒരു സാധനമാണ്, ഒരു ഫ്ലവർ വേസിനാണ്.
അപ്പൊ ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട്, അതായത് ഇതിന്റെ നിർമ്മാണം വീഡിയോ കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും ഇത് കുറച്ചൊരു ടാസ്ക് ആണ്. കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ചൊരു, അതായത് വളരെ സൂക്ഷ്മതയോടെ വളരെ ക്ഷമയോട് കൂടിയിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. അപ്പൊ ആ ചെയ്തെടുത്താൽ മാത്രമേ നമുക്കിത് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നവർ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട്, ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ ചിലപ്പോൾ പൊട്ടിപ്പോയി എന്നൊക്കെ വരും. പക്ഷെ വീണ്ടും നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് എന്തായാലും ശരിയായി കിട്ടും. കാരണം ഇതിന്റെ മുൻപ് നമ്മൾ ചെയ്ത ഒന്ന് നമുക്ക് പൊട്ടിപ്പോയി, രണ്ടാമത്തതാണ് നമുക്ക് ഇതേപോലെ റെഡിയായി കിട്ടിയത്. പൊട്ടിപ്പോയത് ഇതാ നമ്മൾ പെയിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. ഇത് നമുക്ക് ഫ്ലവർ വേസിനായിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ പെയിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നല്ല രസമുണ്ട്. കുറച്ച് ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്ലവർ വേസിനായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഇതേപോലെയുള്ള ഫ്ലവറുകളൊക്കെ വെച്ച് കൊടുത്ത് നമുക്ക് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്ലവർ വേസിനായിട്ട് നമുക്ക് ഈ പൊട്ടിപ്പോയതും ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ അത് വളരെ ശ്രദ്ധിച്ചിട്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഫ്ലവർ ബേസിനും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.